കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത്? അടിമ വ്യാപാര നിരോധനം, പണ്ടാരപ്പാട്ട വിളംബരം, ജന്മികുടിയാൻ വിളംബരം, ക്ഷേത്രപ്രവേശന വിളംബരം. കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത്? ഉത്തരം ബി. പണ്ടാരപ്പാട്ട വിളംബരം. 1865 തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. 1865 തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. സർക്കാർ വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ട് ആയില്യം തിരുനാൾ മഹാരാജാവ് 1865 പുറപ്പെടുവിച്ച വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് ടി. മാധവ റാവു. സർക്കാർ വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർക്ക് കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ട് ആയില്യം തിരുനാൾ മഹാരാജാവ് 1865 പുറപ്പെടുവിച്ച വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് ടി. മാധവ റാവു. ആയില്യം തിരുനാളിന് 1866 മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. ആയില്യം തിരുനാളിന് 1866 മഹാരാജ പട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്.